ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല നുനുവാ മുട്ടച്ചോറ്. അല്ലതെന്ത് സംഭവം? എന്താ മുട്ടച്ചോറോ? അല്ല, എങ്ങനെയൊക്കെയാ ഉണ്ടാക്കണത്? അതിനായില്ല ഇൻഗ്രീഡിയൻസ്, അതിനായില്ല സാധനങ്ങൾ. ഇംഗ്ലീഷിൽ പറഞ്ഞ നുനു എന്താണ് പറയാ? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മള് ഉള്ളി എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനില്ല മുട്ട. ഞങ്ങളിവിടെ 3 മുട്ട എടുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു മുളക് എടുത്താൽ മതി, നല്ല എരിവുണ്ടാവും. പിന്നെ ഒരു തക്കാളി. ഇനി നമ്മളിത് ചട്ടി എടുക്കണം. എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണ വരണം. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇടണം. എന്നിട്ട് ഒന്ന് വരട്ടണം. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുളക് ഇടുക. അത് മിക്സ് ആയി കഴിഞ്ഞിട്ട് മുളക് ഇടുക. പിന്നെ മുട്ട ഇടുക. എന്നിട്ട് അത് ഇതാക്കുക. ചോറിടുക. ഓക്കെ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇന്ന് മുട്ടച്ചോറാണോ ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ. എന്നാൽ മുട്ട, ഉള്ളി, ഒനിയൻ, എഗ്, ടൊമാറ്റോ, ചില്ലി. ഓക്കെ. ടൊമാറ്റോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കാട്ടിത്തരാന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് കാട്ടിത്തരാം. റൈസ് ഉണ്ടാക്കിയിട്ട് കാട്ടിത്തരാം ഗൈസ്. എന്തൊക്കെയാണ് ആക്കിയത്? ഇല്ല, എന്താ ആക്കിയത്? മുട്ട വരട്ടി കൊടുത്തു. മുട്ട വരട്ടേ? ഓക്കെ. അപ്പൊ ഇതാണല്ലേ നമ്മളെ മുട്ടച്ചോറ് അല്ലേ? ഇതിൽക്ക് എന്തൊക്കെ ചേർത്ത് പറഞ്ഞിട്ടാ? മുളക്, മുട്ടി, ചോറും, പിന്നെ ഉള്ളി, മഞ്ഞള്, ചിക്കൻ മസാല, ബിരിയാണി മസാല ഒക്കെ എൻ്റെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ എടവണ്ണ പമ്പിലായിരുന്നു കച്ചവടം. അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് ആളുകൾ പപ്പടം വാങ്ങിപ്പോയി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയണില്ല. പിന്നെ ഒരുപാട് ആളുകൾ പൈസ തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പപ്പടം 20 രൂപ തന്ന്, പപ്പടത്തിൻ്റെ 20 രൂപ തന്നിട്ട് അത് വെച്ചോളിയും നിങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാ. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ എല്ലാവരെയും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് പ്രാർത്ഥനകൾ. ഞങ്ങൾക്ക് പൈസയാണ് ഇല്ലാത്തത്, പക്ഷേ അള്ളാഹിനെ വിളിക്കുക ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ഞാനും എൻ്റെ മക്കളും എപ്പോഴും അള്ളാഹിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടുള്ള ആളുകളാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ എന്താ, ഞാൻ വന്നപ്പോക്കിന് എൻ്റെ മക്കൾക്ക് ഇന്ന് മുട്ടച്ചോറ് വേണം പറഞ്ഞ് അത് റെഡിയാക്കി. അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെയാണ് ലൈഫ് പോണത്. ഓക്കെ എന്നാ കേട്ടോ. എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.